ഫസ്റ്റ് പോയിൻറ്റ്, അവൾ പതിയെ ക്ലാസ്സിലേക്ക് നടക്കുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇതിനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പം ഈ ഒരു സെൻറ്റൻസ് നമുക്ക് വായിക്കുമ്പോഴേ അറിയാം, ഇത് അവൾ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അവൾ പതിയെ ക്ലാസ്സിലേക്ക് നടക്കുകയാണ്. അപ്പം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അപ്പം നമ്മൾ ആദ്യം തന്നെ ഞാൻ പറയാം, ഒരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് നമ്മൾ എഴുതുന്നത് ഏത് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ്? സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് ആഡ് ചെയ്തും എഴുതാം, ചെയ്യാതെ എഴുതാം. അപ്പം നമുക്കിവിടെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണ്. അവൾ പതിയെ ക്ലാസ്സിലേക്ക് നടക്കുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം? അവൾ, ഷീ. നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വാക്ക്. പിന്നെന്താ നമ്മൾ പറയണേ? പെതിയെ എന്ന് പറഞ്ഞാൽ സ്ലോലി. അപ്പം ഇതൊരു ഈസി ക്വസ്റ്റ്യൻ അല്ല, ഈസി ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവൾ പതിയെ ക്ലാസ്സിലേക്ക് നടക്കുന്നു. ഷീ വാക്സ് സ്ലോലി ഇൻ ടു ദ ക്ലാസ്. ഷീ വാക്സ് സ്ലോലി ഇൻ ടു ദ ക്ലാസ്. അപ്പം ഇവിടെ സബ്ജക്റ്റ് എന്താ? ഇവിടുത്തെ സബ്ജക്റ്റാണ് ഷീ. ഞാനിവിടെ എങ്ങനെ എഴുതാം? സബ്ജക്റ്റാണ് ഷീ. വെർബ് എന്ന് പറയുന്നത് വാക്കാണ് വെർബ്. അപ്പം നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് എഴുതി, ഷീ പ്ലസ് വാക്ക് പ്ലസ് എസ് ഓർ ഇ എസ്. അപ്പോൾ വാക്കിൻ്റെ കൂടെ നമുക്ക് ഇ എസ് ആഡ് ചെയ്യാൻ പറ്റില്ല, എസ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ എസ് ആഡ് ചെയ്തു. ഷീ വാക്ക് സ്ലോലി ഇൻ ടു ദ ക്ലാസ്. അവൾ പതിയെ ക്ലാസ്സിലേക്ക് നടക്കുന്നു. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആകുമ്പം നമ്മൾ എങ്ങനെ എഴുതേണ്ടത്, ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ പിന്നത്തെ കാര്യം എന്താ? പിന്നെ നമ്മൾ ഓർക്കണം, നമ്മളിപ്പോൾ എന്താ ചേഞ്ച് ആക്കിയത്? വാക്കിനെ നമ്മൾ ചേഞ്ച് ആക്കി വാക്സ് ആക്കി. അപ്പം പിന്നെന്താ, വേറെ ചേഞ്ചസ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പം എന്താ? ഷീ വാക്ക് സ്ലോലി ഇൻ ടു ദ ക്ലാസ്. അവൾ പതിയെ ക്ലാസ്സിലേക്ക് നടക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. സെക്കൻഡ് പോയിന്റ്, അവളുടെ സുഹൃത്തുക്കൾ അവളെ അവഗണിക്കുന്നു. അപ്പം ഇത് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം, ഈ ഒരു സെൻറ്റൻസ് ഇപ്പോഴത്തെ ഒരു കാര്യമാണ് പറയണത്. അവളുടെ സുഹൃത്തുക്കൾ അവളെ അവഗണിക്കുന്നു, ഇപ്പോഴത്തെ ഒരു കാര്യം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാര്യമാകുമ്പോൾ എന്താ? പ്രസൻറ്റ് ടെൻസ്. അപ്പം അവളുടെ സുഹൃത്തുക്കൾ അവളെ അവഗണിക്കുന്നു എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അവളുടെ എന്ന് പറഞ്ഞാൽ എന്താ? ഹെർ. അപ്പം നമ്മൾ ഹെർ എഴുതി, അവളുടെ ഹെർ. അപ്പം അവൾ എന്നാണെങ്കിൽ നമുക്ക് ഷീന്ന് എഴുതാം. ഇത് അവളുടെ എന്നായിരുന്നു, നമ്മൾ ഹെർ എഴുതി. സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ എന്താ? ഫ്രണ്ട്സ്. പിന്നെന്താ? അവളെ അവഗണിക്കുന്നു. അപ്പം അവഗണിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഇഗ്നോർ. IGNOR, ഇഗ്നോർ. അപ്പം അവളുടെ സുഹൃത്തുക്കൾ അവളെ അവഗണിക്കുന്നു. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അവളുടെ സുഹൃത്തുക്കൾ, അവളുടെ ഹെർ. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രണ്ട്സ്. ഇഗ്നോർ, ഇഗ്നോർ എന്ന് വെച്ചാൽ എന്താ? അവളെ ഇഗ്നോർ ചെയ്യുക, അവളെ അവഗണിക്കുക, അവളെ ഒറ്റപ്പെടുത്തുക. അപ്പം ഹെർ ഫ്രണ്ട്സ് ഇഗ്നോർ ഹെർ. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? അവളുടെ സുഹൃത്തുക്കൾ അവളെ അവഗണിക്കുന്നു. ഹെർ ഫ്രണ്ട്സ് ഇഗ്നോർ ഹെർ. അപ്പോൾ അവളെ അവഗണിക്കുന്നു, അവളെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഹെർ യൂസ് ചെയ്ത് വീണ്ടും. അപ്പം ഹെർ ഫ്രണ്ട്സ് ഇഗ്നോർ ഹെർ. അവളുടെ സുഹൃത്തുക്കൾ അവളെ അവഗണിക്കുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഫസ്റ്റ് പോയിന്റ്, അവൾക്ക് 16 വയസ്സാണ്. അപ്പം അവൾ, ഷീ ഈസ് 16 years old. അവൾക്ക് 16 വയസ്സാണ്. ഷീ ഈസ് 16 years old. അപ്പം നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പം നെക്സ്റ്റ് പോയിന്റ്, അവൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അവൾ, ഷീ, എല്ലാ ദിവസവും എവറി ഡേ. പോകുക എന്ന് വെച്ചാൽ എന്താ? ഗോ. അപ്പം നമ്മളിവിടെ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അവൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകും. ഷീ ഗോസ് ടു സ്കൂൾ എവറി ഡേ. എല്ലാ ദിവസവും. നെക്സ്റ്റ് പോയിന്റ്, അവളുടെ ഹൃദയം ഭാരമായി തോന്നുന്നു. അപ്പം ഇതും ഇപ്പോഴത്തെ ഒരു കാര്യമാണ് പറയണത്. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? അവളുടെ എന്ന് പറഞ്ഞാൽ എന്താ? ഹെർ. അവൾ എന്ന് പറഞ്ഞാൽ ഷീ, അവളുടെ എന്ന് പറഞ്ഞാൽ ഹെർ. ഹൃദയം എന്ന് വെച്ചാൽ എന്താ? ഹാർട്ട്. ഭാരമായി എന്ന് പറയുമ്പം ഹെവി. ഭാരമായി, ഹെവി. തോന്നുക എന്ന് പറഞ്ഞാൽ എന്താ? ഫീൽ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അവളുടെ ഹൃദയം ഭാരമായി തോന്നുന്നു. ഹെർ ഹേർട്ട് ഫീൽസ് ഹെവി. ഹെർ ഹേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അവളുടെ ഹൃദയം. ഫീൽ, തോന്നുക. അപ്പോൾ തോന്നുകയും നമ്മൾ ഫീൽസ് ആക്കി മാറ്റി. അപ്പം പിന്നെന്താ? ഹെവി എന്ന് പറഞ്ഞാൽ എന്താ? ഭാരമായി. അപ്പം അവളുടെ ഹൃദയം ഭാരമായി തോന്നുന്നു.
ഹെർ ഹേർട്ട് ഫീൽസ് ഹെവി. അപ്പം അടുത്ത പോയിന്റ് പഠിക്കാം.